ഓർക്കുക നോക്കിയാൽ നല്ല രീതിയിൽ അങ്ങ് പൊക്കോണ്ടിരുന്നു, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ശക്തി ക്ഷയിക്കുകയാണ്. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ബലം കുറഞ്ഞു പോവാണ്. നന്മ ചെയ്യാൻ പറ്റുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. എവിടെയാണ് ആ മുടിച്ചുരുൾ മുറിക്കാൻ നീ വിട്ടുകൊടുത്തതെന്ന് ശരിക്കും ആത്മപരിശോധന ചെയ്യണം. തിരിച്ചു വരും ഈ മുറിച്ചു കളഞ്ഞ മുടി തിരിച്ചു വരും. എന്ന് വെച്ചാൽ ഒരിക്കൽ ഈ ബന്ധം വേർപെട്ടെങ്കിൽ കുമ്പസാരത്തിലൂടെ, അനുതാപത്തിലൂടെ, ഈശോയോടുള്ള വലിയ സ്നേഹത്തോടെ നമുക്ക് ഈ മുടിച്ചുരുളുകളെ വീണ്ടും വളർത്തിയെടുക്കാൻ പറ്റും. സാംസണ് കാത്തിരുന്നു. സാംസൺ പലപ്പോഴും ഈ ശക്തിയിൽ സാംസൺ ആശ്രയിച്ചിരുന്നു. ദൈവം കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യത്തിൽ അയാൾ നിന്നു. പക്ഷേ തെറ്റിലേക്ക് വീണു പോകുന്നത് സാംസൺ ശ്രദ്ധിച്ചില്ല. അവസാനം വലിയൊരു അപകടത്തിലേക്ക് പെട്ടുപോവാണ്. ശത്രുക്കൾ വന്ന് ഇയാളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരിക്കൽ ലോകം മുഴുവനും കൂടെ ശക്തി പിടിച്ചാലും തോൽപ്പിക്കാൻ പറ്റാത്ത സാംസൺ ഒരു ബാലൻ കൈപിടിച്ച് സാംസനെ നടത്തുന്നുണ്ട്. ഏറ്റവും പരിതാപകരമായ കാഴ്ചകളൊക്കെയാണ്. സാംസൺ അവസാനത്തെ ഒരു വലിയ മല്ലയുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നുണ്ട്. സാംസന്റെ മുമ്പിൽ ശത്രുക്കൾ വന്ന് നിൽക്കുമ്പോൾ സാംസൺ ഇങ്ങനെ ബലം പ്രയോഗിച്ചങ്ങ് ചെല്ലുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ വളരെ നിരാശ പിടിച്ച ഒരു വചനമാണിത്. നമ്മളിങ്ങനെ വായിക്കും, 14, 15, 16 അധ്യായങ്ങളൊക്കെ ആഴത്തി വായിക്കുമ്പോൾ പിടിയിട്ടും തൻ്റെ ഉള്ളിൽ നിന്ന് ആ ദൈവകൃപ, ദൈവ സാന്നിധ്യം ഇറങ്ങിപ്പോയത് സാംസൺ അറിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുഞ്ഞു തെറ്റായിരിക്കും, ഒരു ചെറിയ പാപമായിരിക്കും, ഒരു മുടി കൊഴിഞ്ഞു പോയതായിരിക്കും, ഒരു കുഞ്ഞു പാപം, നമ്മൾ ശ്രദ്ധിക്കില്ല. അതിങ്ങനെ വളർന്നു അവസാനം നമ്മൾ തിരിച്ചറിയുന്നത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ദൈവ സാന്നിധ്യം, ഈശോയുടെ സ്നേഹം, ഈശോയുടെ ശക്തി മുഴുവൻ കൊഴിഞ്ഞുപോയി. എൻ്റെ പാപങ്ങൾ കാരണം ഞാൻ ഈശോയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടു.